ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മളെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഫുള്ളായിട്ട് കാണാം. അതേപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ രണ്ട് സൈഡിലും രണ്ട് ചട്ടിയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോവല്ല കേട്ടോ. ഞാനിവിടെ ഒരു ചട്ടിയിൽ കറിയും ഒരു ചട്ടിയിൽ വറവും കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതാ ഒരു ചട്ടിയിലെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റേ ചട്ടിയിൽ വറവാണ് ഉണ്ടാക്കുന്നത്, അതിലേക്കും കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിതാ ഒരു ഉള്ളീൻ്റെ പകുതി ഉള്ളിയാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ള. അതൊന്ന് വാടി വരുന്ന ടൈം 2 തക്കാളി, പിന്നെ ഇതാ 2-3 അല്ലി വെളുത്തുള്ളി, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ ടൈം എന്നെ വറവും ഉണ്ടാക്കുന്നുണ്ട്, അത് പക്ഷെ ഞാൻ ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ഇട്ട ടൈം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ വലിയ തക്കാളി ആയതുകൊണ്ട് കേട്ടോ 2 തക്കാളി നിങ്ങളെടുക്കുന്നത് ചെറിയ 2 തക്കാളി ആണെങ്കിൽ അത് 3 തക്കാളി ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളി തക്കാളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം വെന്തതുകൊണ്ട് തന്നെ വേഗം അത് ഉടക്കാനും പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മല്ലി, മുളക്, മഞ്ഞൾ മിക്സ് ആയിട്ടുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ 2.5 ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കും. നല്ല അടിപൊളി നെയ് മത്തി കേട്ടോ. സംഭവം കറി അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല പോലെ കറി തിളച്ച് വന്നാൽ നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കറി റെഡിയായി. ഇനി നമുക്ക് നമ്മളെ വറവുണ്ടാക്കിയാലോ. നേരത്തെ വെച്ച കടുക് പൊട്ടിയതിലേക്ക് ഇതാ ഉള്ളി തക്കാളി ഇട്ട് കൊടുത്തിന്. ഒരു പകുതി തക്കാളിയും പിന്നെ പകുതി ഉള്ളിയാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകും, നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 300 ഗ്രാം വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക വേവിക്കുന്ന ടൈമിൽ ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ട് വേവിക്കല, എന്നാൽ ഈ ഉടഞ്ഞ ഒരു പശ പോലായിട്ട് വരും. പക്ഷെ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി അതൊന്ന് അതേപോലെ ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ മൺചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്. ശരിക്കും ഈ മൺചട്ടിയിലില്ലേ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമില്ലേ നല്ല ടേസ്റ്റ് എനിക്ക് ഒന്നുകൂടി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നെപ്പോലെ മൺചട്ടി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറ. അങ്ങനെ ഇതാ വെണ്ടക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഇതിലേക്ക് ഇനി കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ വെണ്ടക്ക ഉപ്പേരി റെഡിയായി. നമ്മളിവിടെ വറവ് നാട്ടോ പറയാം. പിന്നെ ഞാൻ കൂടുതലായിട്ട് വെണ്ടക്ക വേവിച്ചെടുക്കലില്ല, ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ ഓഫാക്കും കേട്ടോ. അങ്ങനെ ഇതാ അങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത പശപ്പില്ലാത്ത നമ്മളെ വെണ്ടക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ടെടുത്താൽ സെറ്റായ. കരിവേപ്പില ഇടുമ്പോഴുള്ള മണമില്ലേ അതൊന്നും വേറെ ലെവലാട്ടോ. ഇനി അടുത്തത് നമ്മളെ മത്തീൻ്റെ മുട്ടയില്ലേ, മുട്ട തോരൻ ഉണ്ടാക്കാം, മുട്ട വറവ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ സ്ക്വയറായിട്ട് ചെറുതായി കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്ന കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റാണ്.
ശരിക്കും പറഞ്ഞാൽ മുട്ട പൊരിച്ചതിൻ്റെ ആ ടേസ്റ്റും ഈ ടേസ്റ്റും രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കളർ ഈ ഒരു കളർ ആവുന്ന ടൈം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെ മീൻ്റെ മുട്ടയില്ലേ, ഞാനിവിടെ മത്തീൻ്റെ മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ തേങ്ങയില്ലേ, 1 പിടി തേങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കേട്ടോ. നിങ്ങൾക്ക് ഇനി നല്ലൊരു റെഡ് കളർ വേണമെങ്കിൽ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പക്ഷേ 1 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ കാണുന്നതിലും എനിക്കിത് കുറച്ചും കൂടി കളർ ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ട് ഈ ഒരു ലെവലിൽ കാണുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കുക. അതിനല്ല മീനിൻ്റെ മുട്ട ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഒന്നും കൂടി ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ടൈമുള്ളത്. നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതാ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളിതാ മീൻ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ മുട്ട പൊരിച്ചതിൻ്റെ ടേസ്റ്റും ഇതും രണ്ടും രണ്ടാട്ടോ. അങ്ങനെതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മീൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി മസാല ഒക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മീനിലേക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, വേറെ ഒന്നും ഇട്ടെടുത്തിട്ടില്ല കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റാണ്. അതും നല്ല നെയ്യ് മത്തി ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാ നമ്മളെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് മുരിച്ചെടുക്കണോ അത്ര ഇട്ടെടുക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ കരിവേപ്പില ഇട്ടിട്ട് ഈ മീൻ പൊരിച്ചെടുക്കുന്ന ടൈമിൽ അതിന് വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റും മണവും. അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.